പെപ്പർ സ്പ്രേ ചുമ്മാ തന്നേക്കുന്നതല്ല. നിന്നെ ശല്യം ചെയ്യുന്നത് ആരായാലും അതെവിടെ വെച്ചായാലും മടിക്കണ്ട. ധൈര്യമായി ഇതെടുത്ത് പ്രയോഗിച്ചേക്കണം. ബാക്കി എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞരമ്പന്മാർക്ക് ഇതേ ഉള്ളൂ മറുപടി. അമ്മയുടെ വാക്കുകൾ കാതിൽ മുഴങ്ങുമ്പോൾ ആ അസ്വസ്ഥതയിലും ഉള്ളിൽ എവിടെയോ ധൈര്യം ഉദിച്ചു തുടങ്ങിയതറിഞ്ഞു ആതിര. സംഗതി ആതിര ഇപ്പോൾ ബസ്സിലാണ് കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്ര. ഏകദേശം അരമണിക്കൂർ കൂടുതലുണ്ടായ യാത്ര. കയറിയ പാടെ തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടി. പക്ഷെ ബസ്സെടുത്ത് അല്പം കഴിയവെയാണ് തലവേദന ആരംഭിച്ചത്. പിന്നിലെ സീറ്റിലിരിക്കുന്ന ആളിന്റെ വക ചെറിയ ചെറിയ കൈപ്പണികൾ. തോണ്ടലും തടവലും പരമാവധി ശരീരം വെട്ടിച്ച് തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു അവൾ. പക്ഷെ എന്നിട്ടും അവൻ പിന്മാറാൻ തയ്യാറായില്ല. ആ അവസരത്തിലാണ് ഗതികെട്ട് അവൾ അമ്മയുടെ ഉപദേശം മനസ്സിലോർത്ത് എടുത്തത്. ഇത്തരം ഞരമ്പന്മാർക്ക് ഇത് തന്നെ പണി. ഒടുക്കം മനസ്സിലുറപ്പിച്ചു ആതിര. രണ്ടും കൽപ്പിച്ചുകൊണ്ട് പതിയെ അവൾ ബാഗ് തുറന്ന് പെപ്പർ സ്പ്രേയുടെ ബോട്ടിൽ കയ്യിലേക്കെടുത്തു. ഇനി ഒരു വട്ടം കൂടി അവൻ തന്നെ ശല്യം ചെയ്യാൻ മുതിർന്നാൽ രണ്ടും കൽപ്പിച്ച് അത് ഉപയോഗിക്കുവാൻ തന്നെ മനസ്സിലുറപ്പിച്ചു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. വീണ്ടും അവനൊന്ന് തോണ്ടി. ആ നിമിഷം കാലി പൂണ്ട് ചാടി എഴുന്നേറ്റ് തിരിഞ്ഞ ആതിര തൊട്ടു പിന്നിലിരിക്കുന്നവന് നേരെ പെപ്പർ സ്പ്രേ ആഞ്ഞടിച്ചു. അമ്മേ! അവന്റെ നിലവിളിയിൽ ഒരു നിമിഷം എല്ലാവരും നടുങ്ങി. ഡ്രൈവർ പോലും ഞെട്ടലിൽ ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. അമ്മേ, എന്റെ കണ്ണേ, അയ്യോ! അവൻ അലറി വിളിക്കുന്നുണ്ടായിരുന്നു. എന്താ അവിടെ സംഭവിച്ചേ? ഒച്ചയും ബഹളവും കേട്ട് കണ്ടക്ടറും പാഞ്ഞെത്തി. ചേട്ടാ, ഇയാൾ കുറേ നേരമായി പിന്നിലിരുന്ന് എന്നെ തോണ്ടുക. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഗതി കെട്ടപ്പോ ഞാൻ പെപ്പർ സ്പ്രേ എടുത്തടിച്ചു. ആതിരയുടെ മറുപടി കേൾക്കെയാണ് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കിയത്. ഹാ, ഞരമ്പനാണല്ലേ, ഇവന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കേട്ടുനിന്ന യാത്രക്കാരിലൊരുവൻ ആ പയ്യന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ച് തൂക്കിയെടുത്തു. എന്റെ പൊന്നു ചേട്ടാ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഈ കൊച്ചു ചുമ്മാ പറയുക. ഇതിന് ഭ്രാന്താണ്. ഞാൻ ദേ ഇവിടെ ഇരുന്നുറങ്ങുമായിരുന്നു. വേദനയ്ക്കിടയിലും അവൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കള്ളം, പച്ചക്കള്ളം. പിന്നെ എന്നെ തോണ്ടിയെന്ന് എനിക്ക് വെറുതെ തോന്നിയതാണോ? ഇവൻ തന്നെയാണ്. ആതിര തന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നു. വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. 2 കിട്ടുമ്പോ ഇവൻ ഉള്ളത് പറയും. കലി പൂണ്ടൊരുവൻ ആ പയ്യന്റെ തലയ്ക്കൊന്നു കുട്ടി. ഈ ബസ്സിൽ ക്യാമറ ഉണ്ടല്ലോ, അതിലൊന്ന് നോക്ക്. അന്നേരം കാര്യം അറിയാലോ. മറ്റൊരു യാത്രക്കാരൻ അഭിപ്രായപ്പെടുമ്പോഴാണ് ക്യാമറയുടെ കാര്യം എല്ലാവരും ഓർത്തത്. അത് ശരിയാ, എന്റെ ഫോണിൽ വിഷ്വൽസ് കണക്റ്റഡ് ആണ്. ആ കാര്യം അപ്പോഴാണ് കണ്ടക്ടർ ഓർത്തത്. എന്തിനാ വെറുതെ ഇനി പ്രശ്നത്തിന് പോണത്? നമുക്കെല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾക്ക് പോകേണ്ടതല്ലേ? ഈ ചെക്കൻ ചെയ്തതിന് അവന് കിട്ടി, അതുപോരെ? ആ പയ്യന്റെ അടുത്തിരുന്ന കാരണവർ ഒടുവിലിടപെട്ടു. അത് ശരിയാ, അവൻ ചെയ്തതിന് അവന് തിരിച്ചു പണി കിട്ടി. ഇനി സ്റ്റേഷനിൽ പോണേൽ 2 ഇറക്കി ഒരു ഓട്ടോയിലെങ്ങാനും വിട്. നമ്മളെല്ലാരും കൂടി ബുദ്ധിമുട്ടാ നിൽക്കണോ? വൃദ്ധിയായ ഒരു സ്ത്രീയും അയാളെ അനുകൂലിച്ചു. അമ്മച്ചി, 1 മിനിറ്റ്, ദേ ക്യാമറ വിഷ്വൽസ് നോക്കുക. കാര്യം എന്താണെന്നറിയണമല്ലോ. കണ്ടക്ടർ അപ്പോഴേക്കും ചെക്കിങ് ആരംഭിച്ചിരുന്നു. നോക്ക് ചേട്ടാ, സത്യം അറിയണം. എന്റെ കണ്ണ് പൊടിഞ്ഞു പോയെന്ന് തോന്നുന്നേ. ആരേലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ? അമിതമായ വേദന ആ ചെക്കനെ കൂടുതൽ അസ്വസ്ഥനാക്കി. വീഡിയോ ചെക്ക് ചെയ്യവേ ഒരു നിമിഷം കണ്ടക്ടറുടെ മിഴികൾ കുടുങ്ങി. സീറ്റ് ബസ്സിന്റെ ഡോർ സൈഡിലായതിനാൽ ആ ഭാഗത്ത് വെച്ചിരുന്ന ക്യാമറയിലെല്ലാം കൃത്യമായി പതിഞ്ഞിരുന്നു. പെട്ടെന്ന് ഫോൺ മാറ്റിപ്പിടിച്ച കണ്ടക്ടർ ആ ചെക്കന് നേരെ പാഞ്ഞെടുത്തു. കള്ള തിരുമാലി, ഒക്കെ ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയല്ലേ? അമർഷത്തോടെ അയാൾ ഷർട്ടിന്റെ കോളറിൽ പിടുത്തമിടുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. അതാ പയ്യനെ ആയിരുന്നില്ല. അവന് തൊട്ടടുത്തിരുന്ന അല്പം മുന്നേ കേസും ബഹളവും ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ആ മധ്യവയസ്കനായിരുന്നു. ഇയാളോ? കണ്ടു നിന്നവർ ഞെട്ടലോടെ നോക്കി. ആതിരയും ഒരു നിമിഷം നടുങ്ങി. ഓ, ഇയാളാണ്. ദേ വീഡിയോ നോക്ക്. ആ ഫോൺ ആതിരയെ ഏൽപ്പിച്ചു. അയാളുടെ ചെകിട്ടതൊന്ന് പൊട്ടിച്ചു കണ്ടക്ടർ. പന്നക്കിളവാ. വിഷ്വൽസ് കണ്ട് ആതിരയ്ക്കും കലി കയറി. കൊടുത്തു അവള് ഒരെണ്ണം. പിന്നെ ബസ്സിൽ ഉണ്ടായിരുന്ന പലരും അയാളുടെ ദേഹത്ത് കൈവച്ചു. അബദ്ധം പറ്റി പോയതാ, എന്നെ വിട്ടേക്കണേ. ഇളിഭ്യനായി തൊഴുകൈയോടെ കെഞ്ചി അയാൾ. മതി, ഇനി അടിച്ചാൽ അയാൾ തട്ടിപ്പോകും. ഇത് മതി, ഇനി കേസൊന്നും വേണ്ട. പോലീസിന്റെ ഇടികൂടി കൊള്ളാൻ ഈ അമ്മാവൻ ഇനി ത്രാണിയില്ല, വിട്ടേക്ക്. ഒടുവിൽ ആതിര തന്നെ എല്ലാവരെയും ശാന്തനാക്കി. എല്ലാം ഓക്കെ ആയി. ഇനിയപ്പോ എന്റെ കാര്യോ? ആ പയ്യന്റെ ചോദ്യത്തിനു മുന്നിൽ ഒരു നിമിഷം നിന്ന് പരുങ്ങി അവൾ. സോറി ചേട്ടാ, ഞാൻ പെട്ടെന്ന് ചേട്ടനാണെന്ന് കരുതി. അതാ, എന്നോട് ക്ഷമിക്ക്. ആ ക്ഷമാപണം കേട്ടതോടെ അവന് കലി ഇളകി. ആ ക്ഷണം തന്നെ കൊടുത്തു വരണം ആതിരയുടെ ചെകിടിനിട്ട് അവൻ. അമ്മേ! കണ്ണിൽ നിന്ന് പൊന്നീച്ച പറത പോലെ തോന്നിപ്പോയി അവൾക്ക്. ഇനി മേലിൽ കാര്യം അറിയാതെ ഇതുമാതിരി എടുത്ത് ചാടാൻ നിൽക്കരുത്. ഒപ്പം ഒരു താക്കീതും. ചുറ്റും നിന്നവർ ഒന്നും പറഞ്ഞില്ല. കാരണം അവന്റെ ആ അവസ്ഥയിൽ ഈ ചെയ്തത് ചെറുതാണെന്ന് തന്നെ വിശ്വസിച്ചു അവർ. എന്നെ ആരേലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണേ, കണ്ണ് നീറിയിട്ട് വയ്യ. അവൻ വീണ്ടും അലറി വിളിക്കുമ്പോൾ ആരൊക്കെയോ ചേർന്ന് ആ പയ്യനെ പിടിച്ചിറക്കി ആദ്യം കണ്ട ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ആതിര കണ്ടു. അതിനിടയിൽ എങ്ങനെയൊക്കെയോ ആ മധ്യവയസ്കനും രക്ഷപ്പെട്ടു. വല്ല കാര്യമുണ്ടായിരുന്നു മോളെ. ആ പാവൻ ചെക്കനെ വെറുതെ ഉപദ്രവിച്ചു.
കിട്ടിയതെന്തായാലും അർഹിച്ചത് തന്നെ. അല്പം മുന്നേ വരെ ഒപ്പം നിന്നവർ കുത്തിപ്പറഞ്ഞത് കേട്ട് മൗനമായി തല താഴ്ത്തി ആതിര. വിഷമത്തിലല്ല, കിട്ടിയ അടിയുടെ പെരുപ്പപ്പോഴും മാറിയിരുന്നില്ല.